2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ ആർക്കൊപ്പം? ഒരിക്കൽ കൂടി പറയുന്നു, കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ ആരെയായിരിക്കാം ഇപ്രാവശ്യം പിന്തുണക്കുന്നത്? മതം അടിസ്ഥാനപ്പെടുത്തി പറയുകയല്ല, എന്നാലും ഈ യാഥാർത്ഥ്യം പറയാതിരിക്കാനും വയ്യ. ചില കാലങ്ങളിൽ, അതായത് ചിലപ്പോൾ 2009, 2004, 2014 വരെ ചില മതപണ്ഡിതന്മാർ അവർ വ്യക്തമായി പറയും, നമ്മുടെ വോട്ട് ഇന്ന ആളിലേക്ക് പോവട്ടെ, നമ്മുടെ വോട്ട് ഇന്ന സ്ഥാനാർത്ഥിക്ക് ലഭിക്കട്ടെ. അപ്പോൾ ഒരു 3-4 വിഭാഗങ്ങളായി ഈ വോട്ടുകൾ കടന്നു പോകുമെങ്കിലും ഇപ്രാവശ്യം പണ്ഡിതന്മാരുടെ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ മുസ്ലിങ്ങൾക്കും വ്യക്തമായ രാഷ്ട്രീയം ഈ തിരഞ്ഞെടുപ്പിലുണ്ട്. ആ രാഷ്ട്രീയം സംഘപരിവാർ ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ തന്നെയാണ്, സംശയം വേണ്ട. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഈ നീക്കം തന്നെയാണ് മുസ്ലിങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിന് പണ്ഡിതന്മാരുടെ ശുപാർശ ആവശ്യമില്ലായിരുന്നു അവർക്ക്. കാരണം ഈ തിരഞ്ഞെടുപ്പ് അടുത്തു വരേണ്ടത് അവരുടെയും ഒരു ആവശ്യമായിരുന്നു. പണ്ഡിതന്മാരുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് വ്യക്തമാകുന്നത്, എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അവരൊരു രാഷ്ട്രീയം സംസാരിച്ചിരുന്നു. ആ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാൻ തങ്ങളുടെ കീഴിലുള്ള ആളുകളോട് അവർ അഭ്യർത്ഥിച്ചിരുന്നു. ഈ അഭ്യർത്ഥന പലരും സ്വീകരിച്ചു, പലരും നിരസിച്ചിരുന്നു. എന്നാൽ പോലും ഒരു 60% ആളുകളും ഈ അഭ്യർത്ഥന സ്വീകരിക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്രാവശ്യം 2019 തിരഞ്ഞെടുപ്പിൽ ഈ അഭ്യർത്ഥനയ്ക്ക് സ്ഥാനമില്ല. കാരണം വ്യക്തമായ രാഷ്ട്രീയം, ഞാൻ പറഞ്ഞതുപോലെ സംഘപരിവാറിനെതിരെയുള്ള വ്യക്തമായ രാഷ്ട്രീയം. ഉത്തരേന്ത്യയിലെ കൂട്ടക്കുരുതികൾ, കൊലപാതകങ്ങൾ, ഇറച്ചിയുടെ പേരിലുള്ള മുസ്ലിം വേട്ട, ചില ഏറ്റുമുട്ടലുകളിലൂടെ മുസ്ലിങ്ങളെ എറിഞ്ഞുകൊല്ലുന്നു എന്ന് വേണം പറയാൻ. അതായത് തിരഞ്ഞെടുത്ത് മുസ്ലിങ്ങളെ കൊല്ലുന്നു എന്ന്. പലയിടങ്ങളിലും കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങൾ നിരപരാധികളായിരുന്നു. ചിലപ്പോൾ കേസുകൾ പോലുമില്ലാത്ത കുട്ടികളായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. അതായത് 18 വയസ്സ് പോലും തികയാത്ത കുട്ടികൾ. ഈ ആക്രമണത്തിനും ഈ ഭീകരതയ്ക്കും പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം സംഘപരിവാറിനുണ്ടായിരുന്നു. അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള, ദളിതിനെതിരെയുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു. ആ രാഷ്ട്രീയം വേട്ടയാടപ്പെട്ടത് മുസ്ലിങ്ങളെയും ദളിതനെയും ആണെങ്കിൽ പോലും മറ്റുള്ള പല രീതികളിലും അത് വേട്ടയാടിയത് നമ്മുടെ രാജ്യത്തെ തന്നെയാണ്. പല രീതിയിലും രാജ്യത്തിൻ്റെ യശസ്സും അന്തസ്സും അത് തകർക്കുകയുണ്ടായി. അതുകൊണ്ട് 2014 മോദിയുടെ ഭീകര ഭരണത്തിനെതിരെ, അതായത് രാഷ്ട്രീയമായി എടുത്തു പറഞ്ഞാൽ ജനങ്ങൾക്കെതിരെ എല്ലാ തരത്തിലും വർഗീയത അഴിച്ചുവിട്ടുകൊണ്ടുള്ള ആ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ ഇപ്രാവശ്യം പോളിംഗ് ബൂത്തിലെത്തിയ മുസ്ലിങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് മുകളിലുണ്ടായിരുന്നു. ആ രാഷ്ട്രീയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭരണം അവസാനിക്കാനുള്ള രാഷ്ട്രീയമാണ്. മുസ്ലിങ്ങൾക്ക് പുറമെ മറ്റുള്ള എല്ലാവർക്കും ഈ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ഇപ്രാവശ്യം ഇതെടുത്തു പറയാനുള്ള കാരണം, തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചു എന്നുള്ളതാണ്. അതായത് മുസ്ലിം വോട്ടുകൾ ഒരു ദിശയിലേക്ക് കടന്നുപോയി എന്നുള്ളത്, അത് BJPക്കിടയിൽ പരന്ന ഒരു വലിയ വാർത്തയാണ്. തിരുവനന്തപുരത്തെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുകയുണ്ടായി. ഈ വർധനവ് BJPയെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വിശദമായി അവർ ചർച്ച ചെയ്യുകയും പത്തനംതിട്ടയിലായാൽ പോലും BJPക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഈ ഏകീകരണം നടന്നു എന്നുള്ളതാണ് അവരെ ഞെട്ടിപ്പിച്ചത്. ഈ വിഷയം BJP ചർച്ച ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ BJPയുടെ ഏക പ്രതീക്ഷ ശബരിമല വിഷയത്തിലൂടെ ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് നേടാമെന്ന വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ആ ഹൈന്ദവ വോട്ടുകൾ പോലും ഇവർക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ രാഷ്ട്രീയ സമീപനങ്ങൾ കൊണ്ട് തന്നെ. എന്നാൽ ഈ രാഷ്ട്രീയത്തിനപ്പുറമായി മുസ്ലിങ്ങളൊക്കെ BJPക്കെതിരെ ഇപ്രാവശ്യം പോളിംഗ് ബൂത്തിൽ വിധി നിർണയിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം, തള്ളിക്കളയാൻ പറ്റാത്ത യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ചിലപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാം, ചിലപ്പോൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കാം. പക്ഷേ അത് ഒറ്റ കാരണമേ ഉള്ളൂ, BJPക്കെതിരെ ആർക്ക് പോരാടാൻ വേണ്ടി സാധിക്കും? ദേശീയ തലത്തിൽ ആർക്കായിരിക്കാം BJPയെ എതിർത്ത് നിൽക്കാൻ സാധിക്കും? അത് അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് മുസ്ലിങ്ങൾ ഇപ്രാവശ്യം പോളിംഗ് ബൂത്തിലെത്തിയത്. 99
99% വോട്ടുകളും ഇത് അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ വോട്ടുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ചിലപ്പോൾ ചില ആളുകൾ പറയും അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളത്. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്. സംഘപരിവാറിനെതിരെയുള്ള വ്യക്തമായ രാഷ്ട്രീയം ദേശീയ തലത്തിൽ ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ, BJPക്ക് ബദലാവണമെന്നുണ്ടെങ്കിൽ, ആ ബദൽ തീർക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെയാണ് അവരുടെ വോട്ടുകൾ ഇപ്രാവശ്യം കടന്നു പോയത്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറഞ്ഞത്, ഈ വോട്ടിൽ മുസ്ലിങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളുടെ വോട്ടുകൾ ഒന്നായി, ആ ഒന്നായ വോട്ടുകൾ എത്തിപ്പെട്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.